ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും വാമനുമൊക്കെ കണ്ണനെ കൊല്ലാനായിട്ടുള്ള കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുന്നത് ക്ലീറ്റസ് എന്ന് പറഞ്ഞ ആൾ ഏൽപ്പിച്ചിരിക്കുന്നത് മാർക്കോനെയാണ്. അങ്ങനെ മാർക്കോ ആ ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ കമലേശ്വരത്ത് എത്തുന്നുണ്ട്. കമലേശ്വരത്ത് എത്തുന്ന പ്രതാപൻ്റെ അരിയിലേക്ക് കരുണ ഓടി വന്നിട്ട്, അച്ഛൻ വല്ലതും അറിഞ്ഞോ? ഇവിടുത്തെ പകുതി സ്വത്തിൻ്റെ, അതായത് 60% ഷെയറും ആ കണ്ണച്ചാർ അവളുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്നു ഞാൻ ഇവിടെ എങ്ങനെ സഹിച്ചു നിൽക്കും? എനിക്ക് പിന്നെ ഇവിടെ എന്ത് അവകാശമാണ് ഉള്ളത്? അച്ഛൻ എന്തെല്ലാം പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എനിക്ക് എന്നിട്ട് ഈ ഉണ്ണിയേട്ടന് ഇവിടെ ഒരു സ്ഥാനവുമില്ല എന്നെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുന്നത് കണ്ട് പ്രതാപൻ പറയുന്നതിന് മോള് വിഷമിക്കേണ്ട, അതിനുള്ള വഴിയെല്ലാം അച്ഛൻ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിയെയും കരുണയെയും മാറ്റി നിർത്തിയിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, കണ്ണനെ കൊല്ലാനുള്ള ഒരു കൊട്ടേഷൻ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു. പകുതി ഇപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി അയാളെ കൊന്നതിന് ശേഷമാണ് ബാക്കി പൈസ കൊടുക്കുകയുള്ളൂ. ഏകദേശം ഒരു 50 ലക്ഷത്തോളം ചിലവ് വന്നാലും കുഴപ്പമില്ല. കോടികളാണ് നമുക്കിനി കിട്ടാനിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ എത്ര പൈസ ചിലവാക്കിയാലും പ്രശ്നമില്ല എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, 50 ലക്ഷമല്ല അച്ഛാ, 1 കോടി കൊടുത്താൽ പോലും കുഴപ്പമില്ല. അയാളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കി തന്നാൽ മാത്രം മതി എന്നെല്ലാം ഉണ്ണിയും പ്രതാപനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന കരുണയ്ക്കൊരു സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ നടക്കുമോ എന്നെല്ലാം ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നടന്നിരിക്കുമെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയാകുമ്പോൾ മാർക്കോ ഫോൺ വിളിക്കുന്നുണ്ട്. മാർക്കോ വിളിക്കുന്നത് പ്രതാപനെയല്ല, മറിച്ച് നമ്മുടെ വാമദേവനെയാണ് വിളിക്കുന്നത്. എന്തായാലും മാർക്കോ എന്തോ ഒരു കെണിയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിലാദ്യം വീഴാൻ പോകുന്നത് വാമദേവനെയാണ്. എന്നിട്ട് വാമനോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ കണ്ണച്ചാരെ കൊന്നിട്ടുണ്ട്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഇത് കേൾക്കുന്ന വാമന് സന്തോഷമാവുകയാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് ആ കാഴ്ച കാണാൻ ഞാൻ വരുന്നതായിരിക്കുമെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിവരം പ്രതാപൻ സാറിന് എനിക്ക് വിളിച്ച് പറയാൻ പറ്റിയിട്ടില്ല. അയാളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മൂന്നാമതൊരാളായ വാമനെ വിളിച്ച് പറയുന്നതെന്ന് മാർക്കോ പറയുന്നുണ്ട്. വാമന് ഈ വാർത്ത വളരെ സന്തോഷം കൊടുക്കുകയാണ്. എന്നിട്ട് വാമൻ പറയുന്നുണ്ട്, അങ്ങനെ കമലേശ്വരം തറവാട്ടിലെ അവസാനത്തെ കാർന്നവരും പോയി, ഇനിയെല്ലാം ഞങ്ങൾക്കുള്ളതാണെന്നെല്ലാം പറഞ്ഞ് സന്തോഷിക്കുന്നു, പൊട്ടി ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മുഹൂർത്തമാണ് കാണിക്കുന്നത്. അങ്ങനെ വാമനാണെങ്കിൽ മാർക്കോ പറഞ്ഞ സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെയാണെങ്കിൽ കൂരിരുട്ട്, ചുറ്റോട് ചുറ്റും ഒരാളെയും കാണാനൊന്നുമില്ല. മൊത്തത്തിലൊരു ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ആ സമയം മാർക്കോ എന്തായാലും ഇയാൾക്ക് നല്ല ഒരു മുട്ടം പണി തന്നെ കൊടുക്കും, ഇരുട്ടത്തടി തന്നെ കൊടുക്കും എന്ന് പറയുന്നത് പോലെ വാമനെ കൈയും കാലും ഒടിക്കും. അല്ലാത്ത പക്ഷം ഇയാൾക്ക് നല്ല രീതിയിൽ തന്നെ പരിക്കേൽപ്പിച്ച് വീൽ ചെയറിലാക്കാനും സാധ്യതയുണ്ട്. എന്തായാലും മാർക്കോ എന്തായാലും കണ്ണനെയും മഹാലക്ഷ്മിയും സുരക്ഷിതമായിട്ട് തന്നെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും അവർക്കൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും വാമനിട്ട് പണി കിട്ടുമ്പോൾ എന്തായാലും പ്രതാപനും മേഘനും ഒപ്പം തന്നെ പണി കിട്ടുന്നതായിരിക്കും മാർക്കോയുടെ കയ്യിൽ നിന്ന്. നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.